അടുത്ത 48 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് എന്ത് രീതിയിലുള്ള പൊളിറ്റിക്കൽ മൂവും സംഭവിക്കാം. NDA പാളയത്തിലേക്ക് നിതീഷ് കുമാർ നടന്നു നീങ്ങുന്നതും ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി സഖ്യം ഉപേക്ഷിച്ചതും ഒക്കെ അതിനകത്തുള്ള ചെറിയ ഏടുകൾ മാത്രമാണ്. ഇന്ത്യ മുന്നണി ഒരുപക്ഷെ പിളർന്നേക്കാൻ വരെ സാധ്യതയുണ്ട്. അതിന് കൃത്യമായ കാരണം കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് തന്നെയാണ്. കോൺഗ്രസ് തട്ടിക്കൂട്ടലുകൾക്ക് മാത്രമാണ് ശ്രമിക്കുന്നത്. പലയിടത്തും ധാരണയാകാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതെങ്ങനെ കഴിയും? കോൺഗ്രസിലെ പകുതിയിലധികം പേരും യഥാർത്ഥത്തിൽ സംഘപരിവാറുകാരല്ലേ. ഇവിടുത്തെ കെ സുധാകരനും VD സതീശനും അടക്കം BJPക്ക് വേണ്ടി കുഴലൂതുന്നവർ എത്രയോ പേരുണ്ട്. എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിലേക്ക് പോകും എന്ന് പറയുന്ന കെ സുധാകരൻ്റെ പാർട്ടിയല്ലേ ഇവിടുത്തെ കോൺഗ്രസ്. പിന്നെ എങ്ങനെ നന്നാവും? വെസ്റ്റ് ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യത്തിലേക്ക് വേണമോ എന്നുള്ള കാര്യത്തിൽ പുനരാലോചന നടത്തണം എന്ന് തന്നെയാണ് ഇടതുപക്ഷം പറയുന്നത്. അതിന് കാതലായ കാരണവുമുണ്ട്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചതിക്കും എന്ന് കൃത്യമായി ഇടതുപക്ഷത്തിന് അറിയാം. കോൺഗ്രസ് പലയിടത്തും പല രീതിയിലാണ് കളികൾ ഇറക്കുന്നത്. അത് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ദഹിക്കാൻ വളരെ പാടാണ്. ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഈ അവസരവാദ രാഷ്ട്രീയം എന്താണെന്ന്. ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനത്ത് 1989 വരെ അവർ ഭരിച്ചതാണ്. പക്ഷേ പിന്നീട് മണ്ഡൽ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ തനിനിറം പുറത്തു വരികയും ഒടുവിൽ അവിടെ ജനതാദൾ പാർട്ടികൾ അധികാരത്തിലേക്ക്, അതായത് BSPയും സമാജ്വാദി പാർട്ടിയും ഒക്കെ അധികാരത്തിലേക്ക് മാറി മാറി ഭരിക്കാൻ തുടങ്ങി. അതെ, ഇന്ന് ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നാമാവിശേഷമായതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. ബീഹാറിലും അതെ, ബംഗാളിലും അതെ, മധ്യപ്രദേശിലും അതെ. ബംഗാളിൽ കോൺഗ്രസ് ഇടതുപക്ഷത്തിനെ എതിർത്തുകൊണ്ടിരുന്നല്ലോ ഇത്രയും നാളും, തൃണമൂൽ കോൺഗ്രസ് ഉദയം ചെയ്യുന്നത് വരെ. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അല്പത്തരമാണ് ഇവിടെ പൊളിയുന്നത്. കോൺഗ്രസ് എന്നും CPMനെ അള്ളുവയ്ക്കുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി പറയുന്നത് നിങ്ങളുടെ ബംഗാളും ത്രിപുരയൊക്കെ അടിച്ചു പോയല്ലോ എന്നുള്ള രീതിയിലാണ്. അതായത് സ്വന്തം മന്ദകാല് പൂഴ്ത്തി വെച്ചുകൊണ്ട് ബാക്കിയുള്ളവൻ്റെ വിരലിലെ നീര് ചൂണ്ടിക്കാണിക്കുന്ന കോൺഗ്രസിൻ്റെ യഥാർത്ഥ പൊയ്മുഖമാണ് ഇവിടെ പുറത്തു വരുന്നത്. സ്വന്തം കുറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ, സ്വന്തം തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാതെ, സ്വന്തം കാര്യങ്ങളെ റെക്ടിഫൈ ചെയ്യാതെ, ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ഇങ്ങനെ ഉദ്ദീപിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഈ അവസരവാദ രാഷ്ട്രീയം ഇടതുപക്ഷം ശക്തമായി തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് ആധിപത്യമുള്ള സംസ്ഥാനങ്ങളിലൊന്നും ബാക്കിയുള്ള കക്ഷികൾ വേണ്ടേ വേണ്ട, ഞങ്ങൾ തനിച്ച് മത്സരിച്ചോളാം. എന്നിട്ടെന്തായി? മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും നിങ്ങൾക്ക് ഭരണം കിട്ടിയോ? ഇല്ല. അത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഈ അവസരവാദ രാഷ്ട്രീയമാണ് ഇതെല്ലാം കൊണ്ടു തുലച്ചത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി പിളർന്നാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഒരുപക്ഷെ സ്റ്റാലിൻ വരെ പുനർവിചിന്തനം നടത്താനുള്ള ആലോചനയിലുണ്ട്. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കേണ്ട സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന രീതിയിൽ പഴയതുപോലെ തന്നെ നിൽക്കാം എന്ന രീതിയിലേക്കാണ് അദ്ദേഹം കാര്യങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നതെങ്കിൽ കോൺഗ്രസ് ദക്ഷിണേന്ത്യയിൽ വീണ്ടും വെള്ളം കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.